ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രത്യേക ചിന്തയുമായിട്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലർ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം വളരെയധികമായ പ്രതികൂലങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്താണ് കർത്താവ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇത്രയധികം പ്രതികൂലങ്ങൾ എനിക്കെതിരെ ആഞ്ഞടിക്കുവാനായിട്ട് അനുവദിക്കുന്നത് എന്ന്? പലപ്പോഴും ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അകപ്പെട്ടതായ വ്യക്തിജീവിതങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുവാനായിട്ടിടയുണ്ട്, എന്തിനാണ് ദൈവമേ ഇത്രയധികം പ്രതികൂലങ്ങളുള്ളതായ ഭവനത്തിൽ ഞാൻ ജനിച്ചത്? എൻ്റെ പ്രതികൂലങ്ങൾക്ക് ഒരു അവസാനമില്ലയോ? അതായത് പലപ്പോഴും ഈ വേദനയുടെ ചോദ്യശരങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടവർ, തങ്ങളെ സഹായിക്കേണ്ടവർ, തങ്ങളെ കരുതേണ്ടവരായ വ്യക്തിജീവിതങ്ങൾ പലപ്പോഴും തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് വിരുദ്ധമായി സംസാരിക്കുകയും തങ്ങളുടെ സ്വന്തക്കാരിൽ നിന്ന്, തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഉളവാകുന്ന വേദനയിൽ നിന്നാണ് ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങൾ വ്യക്തിജീവിതങ്ങളെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ഞാനൊരു കാര്യം നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നതായ വേദന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായ പ്രതികൂലം, അത് നിങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിലൊക്കെയും അധികം തീവ്രതയുള്ളതായിരിക്കും. എന്നാൽ ഒന്ന് ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിസന്ധികളെല്ലാം മാറുന്നതായ ഒരു കാലഘട്ടമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രതികൂലം, അത് നിങ്ങളെക്കുറിച്ചുള്ളതായ ദൈവിക പദ്ധതികൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രതികൂലങ്ങൾ നിറഞ്ഞതായ ഭവനത്തിൽ നിങ്ങൾ ജനിച്ചത് ഒരു ശിക്ഷയോ അല്ലെങ്കിൽ അതൊരു യാദൃച്ഛികതയോ ഒന്നുമല്ല. പിന്നെയോ വലിയവനായ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയും അവന് ഒരു വലിയ കരുതലും അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. വളരെ മനോഹരമായ ഒരു ഭാവി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്നതായ ദൈവജനം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. പ്രതികൂലങ്ങൾ നിറഞ്ഞ ഭവനത്തിൽ നിന്ന് അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മെ അതിതീവ്രമായ പരിശോധനകളിലേക്ക് നയിച്ചെന്ന് വരുവാൻ ഇടയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുന്നതിനും അത് നമ്മെ ശുദ്ധീകരിക്കുന്നതിനുമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ ഇതുപോലെ കുടുംബത്തിൽ നിന്ന് അനുഭവിക്കപ്പെടുന്നതായ തീവ്രമായ പരിശോധനകളുടെ മധ്യത്തിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെതായ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞെന്നില്ല എന്നിരിക്കാം. ഒരു പ്രത്യേക നിർദ്ദേശമോ
ഒരു പ്രത്യേക ഗൈഡൻസോ നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചില്ല എന്ന് വരാം. പക്ഷേ ഒന്നോർക്കുക, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മെ താങ്ങുന്ന ഒരു ദൈവം, നമ്മോട് കൂടെ ഇരിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം ഈ പ്രതികൂലങ്ങളുടെ സാഹചര്യത്തിലും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിനെ പറ്റി നാം കാണുന്നു. തൻ്റെ സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് യോസഫ്. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ജോസഫിൻ്റെ കുടുംബ പശ്ചാത്തലം വളരെയധികം ശോചനീയ നിറഞ്ഞതായ അവസ്ഥയിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതായത് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം, തൻ്റെ സഹോദരന്മാരാൽ താൻ ത്യജിക്കപ്പെടുവാനും താൻ വിമർശിക്കപ്പെടുവാനും താൻ വിൽക്കപ്പെടുവാനും താൻ ജയിലിൽ അടയ്ക്കപ്പെടുവാനുമൊക്കെ ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോസഫ് ഈ പ്രതികൂലങ്ങളിലൊന്നും അവന് ദൈവത്തിലുള്ളതായ വിശ്വാസമോ ദൈവത്തിലുള്ളതായ ആശ്രയമോ വിട്ടുകളയുവാനായിട്ട് ഇടയുണ്ടായില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? പ്രതികൂലങ്ങളുടെ അവസാനം അവൻ തൻ്റെ സഹോദരന്മാരോട് ഇപ്രകാരം പറയുന്നതായിട്ട് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നാം കാണുന്നു. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, എന്നാൽ എൻ്റെ ദൈവം അതിനെ എനിക്ക് എന്തു ചെയ്തു? നന്മയ്ക്കാക്കി തീർത്തു എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യോസഫിൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് താൻ അനുഭവിച്ചതായ പ്രതികൂലങ്ങൾ പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാകുവാനും അനുഗ്രഹത്തിന് കാരണമാകുവാനും ഇടയായി തീർന്നു. കേവലം ജോസഫിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അത് നന്മയ്ക്ക് കാരണമായി തീർന്നത്. പിൽക്കാലത്തെ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ യാക്കോബിന് ശേഷം 12 ഗോത്രപിതാക്കന്മാർക്ക് ശേഷമുള്ളതായ തലമുറകളെ തീറ്റിപ്പോറ്റുന്നതായ ഒരു വലിയ പദ്ധതി അവൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവം കരുതി വച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. തൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ഈ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ സഹോദരന്മാരിൽ നിന്ന് ഈ പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ അവൻ ഇങ്ങനെയൊരു ശോഭനമായ ഭാവി ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ അവൻ ചിന്തിച്ചിരിക്കുവാൻ വഴിയില്ല. സഹോദരന്മാർ അവൻ്റെ ദോഷത്തിനായിട്ട് വിചാരിച്ചു, പക്ഷേ അതിനെ ദൈവം അവൻ്റെ നന്മയ്ക്കായിട്ട് തീർത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ അല്ലാതാനും ഞാൻ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത് എന്ന് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ മേടുകളിൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ, അത് ഒരുപക്ഷെ സ്വന്തം ഭവനത്തിൽ നിന്നുണ്ടാകുന്നതായ പ്രതികൂലങ്ങൾ, അത് നമ്മെ എന്തിനു വേണ്ടി ദൈവം തയ്യാറാക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഷ്ടതയുടെ ചൂളയിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് പലപ്പോഴും നമ്മെ ശുദ്ധീകരിക്കുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്ഥിരത ഉളവാക്കുവാനും ചൂളയിൽ കൂടെയാകുന്ന പരിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ നമ്മുടെ അശുദ്ധി നീങ്ങിപ്പോകുവാനും ഇടയാകുമെന്ന് നാം ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. കാരണം ദൈവത്തിൻ്റെ തിരുവചനം, 2 കൊരിന്ത്യർ 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം നമ്മെ സകല വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ വേണ്ടി
നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവത്തിന് തൻ്റെ ജനത്തെ പറ്റിയുള്ളതായ പദ്ധതി, പ്ലാൻ എന്ന് പറയുന്നത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ ഏത് ഭാഗത്തു നിന്നായാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് എന്ന് നാം തിരിച്ചറിയണം. അതാണ് ദൈവവചനത്തിൻ്റെ സത്യം. ഒരുപക്ഷെ ശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ, തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആ സമയത്ത് ഈ ദൈവവചനത്തിൻ്റെ സത്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടണമെന്നില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നതായ ദൈവ പൈതലെ നാം മനസ്സിലാക്കണം. ഫിലിപ്പിയ ലേഖനം പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് തിരിച്ചറിയണം. മോശ അടിമയുടെ വീട്ടിൽ ജനിച്ചവൻ, കൊട്ടാരത്തിൽ വളർത്തപ്പെട്ടവൻ. എന്നിട്ട് ദൈവം അവനെ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനായി ഉപയോഗിച്ചു. അല്ലാതെ ദൈവം മോശയെ വിളിച്ച് നേരിട്ട് അവനെ ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് അയക്കുകയല്ലായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ നിന്ന് നാം നേരിടുന്ന പരീക്ഷകൾ, അത് നമ്മുടെ പരിശീലന കളരികളാണെന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പ് നടത്തേണ്ടവർ നാം ഓരോരുത്തരുമാണ്. ക്ഷമിക്കണോ അതോ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ധൈര്യപ്പെടണോ, അതോ സ്നേഹിക്കണോ, അതോ മറ്റുള്ളവരെ, പ്രതികൂലങ്ങൾ ഉയർത്തിവിടുന്നവരെ വെറുക്കണമോ, അതോ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വിശ്വസിക്കണമോ, നിരാശപ്പെടണമോ? ഈ വേദനകൾ അനുഭവിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചതായ വിശ്വാസത്തിൻ്റെ പരീക്ഷണങ്ങളെ വരും തലമുറകൾക്ക് ആ വിശ്വാസം പകർന്നു കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നാം ഓരോരുത്തരുമാണ്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി നിങ്ങളൊന്ന് നോക്കുക. അതിനകത്ത് ജീവിതത്തിൽ തകർച്ച നേരിട്ട അനേകരെ കാണാം. കുറ്റവാളികളെ നമുക്ക് കാണുവാൻ കഴിയും, പുറം ജാതിക്കാരെ നമുക്ക് കാണുവാൻ കഴിയും, വ്യഭിചാരികളെ നമുക്ക് കാണുവാൻ കഴിയും. നോക്കൂ, ഇവരിൽ എല്ലാവരിലും കൂടെയാണ് ലോകരക്ഷകനായ ക്രിസ്തു വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ അതേ യേശു നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും കൂടെയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഒന്നോർക്കുക, നിങ്ങൾ അനുഭവിച്ചതായ വേദനകൾ ദൈവീക പദ്ധതിയുടെ അടിസ്ഥാനത്തിലൂടെ, അത് നിങ്ങളെ തകർക്കപ്പെടുന്നതിന് വേണ്ടിയല്ല. പിന്നെയോ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ നിങ്ങൾ വിശ്വസ്തരായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കുന്നതിന്